ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 2007 ശേഷം ഇംഗ്ലണ്ട് മണ്ണിൽ ഒരു ടെസ്റ്റ് പരമ്പര വിജയം എന്ന സ്വപ്നവുമായാണ് ഇന്ത്യ ഇത്തവണ കളത്തിലിറങ്ങുന്നത്. യുവതാരം ശുഭ്മാൻ ഗിൽ നായകനായും വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായും ചുമതലയേൽക്കുന്ന ഈ പരമ്പര ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയൊരു അധ്യായം കുറിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഈ നിർണായക ഘട്ടത്തിൽ മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ പരമ്പരയുടെ വിജയികളെ പ്രവചിക്കുകയും ഇന്ത്യൻ യുവ നായകനും ഉപനായകനായും നിർണായക ഉപദേശങ്ങൾ നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇത്തവണ ഇന്ത്യൻ ടീം വിജയികളാകുമെന്നാണ് ക്രിക്കറ്റ് ദൈവം എന്ന് വിശേഷിക്കപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കർ പ്രവചിച്ചിരിക്കുന്നത്. ESPN ക്രിക്കറ്റ് ഇൻഫോയോട് സംസാരിക്കവെയാണ് മാസ്റ്റർ ബ്ലാസ്റ്റർ തന്റെ പ്രവചനം വെളിപ്പെടുത്തിയത്. ഇന്ത്യ ഇത്തവണ 3-1 പരമ്പര നേടും, സച്ചിൻ ഉറപ്പിച്ചു പറഞ്ഞു. സച്ചിന്റെ ഈ പ്രവചനം കേവലം ഒരു ആരാധകന്റെ ആഗ്രഹമായി തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ഇംഗ്ലീഷ് പര്യടനത്തിൽ ഇന്ത്യൻ ടീം സമാനമായ ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അന്നത്തെ പരമ്പര 2-2 സമനിലയിൽ അവസാനിച്ചെങ്കിലും ഒരു ഘട്ടത്തിൽ 2-1 പരമ്പര വിജയത്തിന് ഇന്ത്യ വളരെ അടുത്തെത്തിയിരുന്നു. എന്നാൽ നിർഭാഗ്യം കൊണ്ട് അവസാന ടെസ്റ്റിൽ ഇംഗ്ലണ്ട് വിജയിച്ച് പരമ്പര സമനിലയിലാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ മികച്ച പ്രകടനങ്ങളിലൂടെ ചരിത്രം സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സച്ചിൻ. രാഹുൽ ദ്രാവിഡിന്റെ ക്യാപ്റ്റൻസിയിലാണ് 2007 അവസാനമായി ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ മണ്ണിൽ ടെസ്റ്റ് പരമ്പരയിൽ വീഴ്ത്തിയത്. അതിനുശേഷം പല നായകന്മാർക്ക് കീഴിലും ടീം ഭാഗ്യ പരീക്ഷണം നടത്തിയെങ്കിലും ആർക്കും ഇംഗ്ലീഷ് മണ്ണിൽ വിജയക്കൊടി പാറിക്കാനായില്ല. കടുപ്പമേറിയ ഈ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലും വൈസ് ക്യാപ്റ്റൻസി ലഭിച്ചിരുന്ന ഋഷഭ് പന്തും എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ വിശദമായി ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. യുവനായകൻ എന്ന നിലയിൽ ഗില്ലിനുണ്ടാകാവുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചും സച്ചിൻ സംസാരിച്ചിരുന്നു. എനിക്ക് ഗില്ലിന് നൽകാനുള്ള ഉപദേശം ഇതാണ്: XYZ തുടങ്ങി ആരുമാവട്ടെ, പുറത്തു നിന്നുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അസ്വസ്ഥനാവേണ്ട. ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ എന്താണോ ചർച്ച ചെയ്തത് അതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. സച്ചിൻ ഉപദേശിച്ചത് ഇങ്ങനെയായിരുന്നു. ഒരു കളിക്കാരൻ എന്ന നിലയിലും പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായകൻ എന്ന നിലയിലും കളിക്കളത്തിലെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച സച്ചിന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ചാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നും ടീമിന്റെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചാണോ തീരുമാനമെടുക്കേണ്ടത് എന്നും മാത്രമാണ് ഗിൽ ആലോചിക്കേണ്ടത്. പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ മാധ്യമങ്ങളിലെ വിമർശനങ്ങളെക്കുറിച്ചോ ആരാധകരുടെ പ്രതീക്ഷകളെക്കുറിച്ചോ ഗിൽ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നും സച്ചിൻ ഊന്നി പറഞ്ഞു. ഒരു നായകൻ എന്ന നിലയിൽ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ടീമിന്റെ കൂട്ടായ പ്രയത്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണ് വിജയത്തിലേക്കുള്ള വഴിയെന്ന് സച്ചിൻ ഓർമ്മിപ്പിക്കുന്നു. ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ തുറുപ്പുചീട്ടുകളിൽ ഒരാളാണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനുമായ ഋഷഭ് പന്ത്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം ഈ പരമ്പരയിൽ ഇന്ത്യക്ക് ഏറെ നിർണായകവുമാണ്. ഓസ്ട്രേലിയയുമായുള്ള അവസാനത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ ഋഷഭ് നിരാശപ്പെടുത്തിയിരുന്നു. കൂടാതെ സമാപിച്ച IPLലും അദ്ദേഹം ബാറ്റിംഗിൽ അത്ര തിളങ്ങിയിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ഋഷഭിന് സച്ചിൻ നൽകിയ ഉപദേശം ശ്രദ്ധേയം തന്നെയാണ്. ഋഷഭ് പന്ത് കളിക്കളത്തിൽ ഭൂരിഭാഗം സമയത്ത് തന്റെ സ്വതസിദ്ധമായ ശൈലിയെ പിന്തുണയ്ക്കുക തന്നെ വേണം, സച്ചിൻ പറഞ്ഞു. എന്നാൽ ചില സമയങ്ങളിൽ ടീമിന്റെ താല്പര്യം കൂടി പരിഗണിച്ച് അദ്ദേഹത്തിന് ഗെയിമിൽ മാറ്റം വരുത്തേണ്ടതായും വരും. ഋഷഭിന്റെ ആക്രമണോത്സുകമായ ബാറ്റിംഗ് ശൈലിക്ക് പേരുകേട്ടതാണ്. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് കളിയുടെ വേഗത നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ ഋഷഭ് പന്ത് ചെയ്യുന്നതും ടീമിന്റെ താല്പര്യം കൂടി പരിഗണിച്ചായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ സമീപനം വ്യത്യസ്തമായിരിക്കണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ വഴക്കമുണ്ടായിരിക്കണം, സച്ചിൻ ഉപദേശിച്ചു. ഒരു കളിക്കാരൻ എന്ന നിലയിൽ സ്ഥിരതയും സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളും എത്ര പ്രാധാന്യമാണെന്ന് സച്ചിൻ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് സച്ചിൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്: ഞാനാണ് ക്യാപ്റ്റനെങ്കിൽ നീ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കുന്നതായിരിക്കും 10ൽ 9 തവണയും ഞാൻ ഋഷഭിനോട് പറയുക. എന്നാൽ നിങ്ങളൊരു ഗെയിം രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴാണ് സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടത്. ഇതൊരു ടച്ച് ബാറ്റ്സ്മാൻ എന്ന നിലയിൽ പന്തിന്റെ ഉത്തരവാദിത്തത്തെ തന്നെ അടിവരയിടുന്നതായിരുന്നു. ടീമിനൊരു വിജയം നേടാൻ അല്ലെങ്കിൽ ഒരു തോൽവി ഒഴിവാക്കാൻ താൻ എങ്ങനെ ബാറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് പന്ത് എപ്പോഴും ബോധവാനായിരിക്കണമെന്നാണ് സച്ചിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ടീമിന് ടെസ്റ്റ് പരമ്പര വിജയങ്ങൾ വളരെ അപൂർവമാണ്. 1971 അജിത് വഡേക്കറുടെ കീഴിലും 1986 കപിൽ ദേവിന്റെ കീഴിലും 2007 രാഹുൽ ദ്രാവിഡിന്റെ കീഴിലുമാണ് ഇന്ത്യ ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് പരമ്പര നേടിയത്. ഈ ചരിത്രം ശുഭ്മാൻ ഗില്ലിന്റെ യുവ ടീമിന് വലിയ വെല്ലുവിളി തന്നെ ഉയർത്തുന്നുണ്ട്. ഇംഗ്ലണ്ടിന്റെ പേസ് ബൗളിങ്ങിന് അനുകൂലമായ പിച്ചുകളും അവിടുത്തെ കാലാവസ്ഥയും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് എന്നും ഒരു വെല്ലുവിളിയാണ്. ബാസ്ബോൾ എന്ന ആക്രമണാത്മക ശൈലിയുമായി സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഇംഗ്ലണ്ടിനെ അവരുടെ മണ്ണിൽ തോൽപ്പിക്കുക എന്നത് എളുപ്പമായ കാര്യമല്ല.
ബെൻ സോക്സിന്റെ ക്യാപ്റ്റൻസിയിലും ബ്ലണ്ടൻ മക്കലിന്റെ പരിശീലനത്തിലും ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സച്ചിൻ പ്രവചിച്ച 3-1 എന്ന വിജയം നേടണമെങ്കിൽ ഇന്ത്യൻ ടീം തങ്ങളുടെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടി വരും. ഈ ടെസ്റ്റ് പരമ്പര ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് തന്നെ ഏറെ നിർണായകമാണ്. ശുഭ്മാൻ ഗില്ലിനെ പോലുള്ള യുവതാരങ്ങൾക്ക് നായകൻ എന്ന നിലയിൽ തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള വലിയൊരു അവസരം കൂടിയാണിത്.